ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. സർവഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണം. ഭഗവാൻ ഭക്തി വർദ്ധിക്കണം. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. എല്ലാ മക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. നമ്മൾ നാരായണീയം ദശകം 43 തൃണാവർത്ത വധമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. 6-ാം ശ്ലോകം വരെ വായിച്ചു. അതായത് കുഞ്ഞിനെയും കൊണ്ട് ഈ മായാവിയായ അസുരൻ മുകളിലേക്ക് ആകാശത്തേക്ക് പറന്ന് പോയിട്ട് ഒരു ഗത്യന്തരമില്ല. കുഞ്ഞിന് അതിഭയങ്കരമായ ഭാരം വർദ്ധിച്ചു. അങ്ങനെ അയാൾക്ക് ഗത്യന്തരമില്ലാതെ നിലം പതിച്ചു. അങ്ങനെ കുഞ്ഞ് അവൻ്റെ നെഞ്ചത്തിരുന്നിങ്ങനെ സന്തോഷം മന്ദഹാസം പൊഴിച്ചിങ്ങനെ ഇരുന്നു. അതാണ് നമ്മൾ വായിച്ചു നിർത്തിയത്. നമുക്കിനി 7-ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 7. ഗ്രാവപ്രപാദ പരിപിഷ്ട ഗരിഷ്ടദേഹ ഭ്രഷ്ടാസു ദുഷ്ടധനിജോപരി ദൃഷ്ടഹാസം ആഘ്നാനം അംബുജകരേണ ഭവന്തം ഏത്യാ ഗോപാദധുർഗിരിവരാദിവ നീലരത്നം. ഗ്രാവ പ്രപാദ പരിപിഷ്ടഗരിഷ്ടദേഹ ഭ്രഷ്ടാസു ദുഷ്ടധനിജോപരി ദൃഷ്ടഹാസം ആഘ്നാനം അംബുജകരേണ ഭവന്തമേത്യാ ഗോപാദധുർഗിരിവരാദിവ നീലരത്നം. ഇവിടെ പാറപ്പുറത്ത് വീണ് തകർന്ന പടുകൂറ്റൻ ശരീരത്തോടുകൂടി മരിച്ചു വീണ ആ ദുഷ്ടനായ ആ അസുരൻ്റെ നെഞ്ചിൽ ഉറക്ക ചിരിക്കുന്നതും കുഞ്ഞ് പറ്റിപ്പിടിച്ചിരിക്കുകയല്ലയോ. അവനെ അത്രമാത്രം വേർപെടാതെ, കാരണം അവൻ അകറ്റി മാറ്റാൻ ഒരുങ്ങിയിട്ട് കുഞ്ഞെന്ത് ചെയ്തു? ഭഗവാൻ അമ്മയ്ക്ക് പിടിച്ചുകൊണ്ടിരുന്ന്. അപ്പം നിലത്ത് പതിച്ച് വീണിട്ട് പാറപ്പുറത്താണ് വീണത്. അതായത് അഗാധ ഉയരത്തിൽ നിന്ന് താഴേക്ക് നിലം പതിച്ചു. അപ്പോൾ എന്ത് കാണുന്നു മറ്റുള്ളവർ? ഇങ്ങനെ പാറപ്പുറത്ത് ഒരു പടവൂറ്റൻ ശരീരത്തോടു കൂടി ഇങ്ങനെ മരിച്ചു വന്ന് വീണ ദുഷ്ടൻ്റെ നെഞ്ചിൽ ആരായിരുന്നു ചിരിക്കുന്നേ? കുഞ്ഞ് കണ്ണ് ഭഗവാൻ. അങ്ങനെ ചിരിക്കുന്നതും ഉണ്ണിക്കൈകൾ കൊണ്ട്, ആ കുഞ്ഞിൻ്റെ കൈകൾ കൊണ്ട് അവൻ്റെ മാരടത്തിൽ അത് നെഞ്ചത് തല്ലിക്കൊണ്ടിരിക്കുന്നതുമായ ആ ഉണ്ണിയെ ആ ഗോപന്മാർ എങ്ങനെ കാണുന്ന പർവ്വതത്തിന്മേൽ നിന്ന് നീലരത്നത്തെ പോലെ ശോഭിക്കുന്ന ഭഗവാനെ വന്നങ്ങ് എടുത്ത് ഗോപന്മാർ. കുഞ്ഞിങ്ങനെ മന്ദഹാസം പൊഴിച്ചിങ്ങനെ ചിരിച്ചും കൊണ്ട് മാറത്ത് കൈകൊണ്ടൊക്കെ ഇങ്ങനെ അവൻ്റെ മാറത്ത് തന്നെ നെഞ്ചിലൊക്കെ ഇങ്ങനെ അടിച്ചും കൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ എങ്ങനെ കാണുന്നു? ഒരു പർവ്വതത്തിൻ്റെ മേൽ നീലരത്നത്തെ പോലെ ശോഭിക്കുന്ന കുഞ്ഞ് ഭഗവാൻ. അങ്ങയെ ആരെടുക്കുന്നു? അവരെ ഓടിച്ചെന്നെടുത്ത് ഗോപന്മാർ. മല പോലെ ചത്തു വീണ് കിടക്കുന്ന ആ ശരീരത്തിന്മേൽ കൃഷ്ണ ശരീരം ഒരു നീലരത്നം കണക്കേ ശോഭിച്ചു. ഒരു നീലരത്നക്കല്ല് പോലെ ശോഭിച്ചിരിക്കുന്ന അങ്ങനത്തെ പ്രകാശമല്ലേ ഭഗവാനുള്ളത്. കുഞ്ഞാണെങ്കിലും ഈശ്വരനല്ലേ, നാരായണനല്ലേ. അതുകൊണ്ട് ആ ദുഷ്ടൻ്റെ നെഞ്ചത്തിരുന്ന് സന്തോഷമായിട്ട് ചിരിച്ച് മന്ദഹസിച്ചും കൊണ്ട് അത് നല്ല പ്രകാശിച്ചാണ് തൂവെള്ള പോലെ. അങ്ങനെ തൂമന്ദഹാസം അങ്ങനെയുള്ളൊരു കുഞ്ഞ് എങ്ങനെയാ നീലക്കല്ല് പോലെ ശോഭിച്ച് കൃഷ്ണ ശരീരം. അങ്ങനെ ഗോപന്മാർ വന്ന് എടുത്തു. ശ്ലോകം 8 വായിക്കാം. ഏകൈകം ആശു പരിഗൃഹ്യ നികാമനന്ദൽ നന്ദാദിഗോപ പരിരബ്ധ വിജുംബിതാംഗം ആദാതു കാമ പരിശങ്കിത ഗോപനാരീ ഹസ്താംബുജ പ്രപതിതം പ്രണുമോ ഭവന്തം. ഏകൈകമാശു പരിഗൃഹ്യ നികാമനന്ദൽ നന്ദാദി ഗോപപരിബദ്ധ വിചുംബിതാംഗം ആദാതു കാമ പരിശങ്കിത ഗോപനാരീ ഹസ്താംബുജ പ്രപതിതം പ്രണമോ ഭവന്തം. ഒന്നും കൂടെ. ഏകൈകം ആശു പരിഗൃഹ്യ നികാമ നന്ദൽ നന്ദാദി ഗോപ പരിരബ്ധ വിചുംബിതാംഗം ആദാതു കാമ പരിശങ്കിത ഗോപനാരീ ഹസ്താംബുജ പ്രപതിതം പ്രണമോ ഭവന്തം. ഇവിടെ അങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ മന്ദഹസിച്ച്
അവൻ്റെ ആ അസുരൻ്റെ നെഞ്ചിലിങ്ങനെ കുഞ്ഞ് കൈകൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദഗോപരും തുടങ്ങിയ ഗോപന്മാരും എല്ലാവരും ഓരോരുത്തരായി മാറി മാറി കുഞ്ഞിനെ എടുത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മ വച്ച് സന്തോഷിച്ചു സർവ്വപേരും. കാരണം എന്താ, ഇത്രയും അഗാധമായ പൊക്കത്ത് നിലം പതിച്ചപ്പോൾ ഇത്രമാത്രം ഒരു കാഴ്ച കണ്ടപ്പോൾ ആ കുഞ്ഞിനോടുള്ളൊരു അത്ര എന്താ പറയാൻ പറ്റുന്നത്, അവരെല്ലാവരും മാറി മാറി. കാരണം കുഞ്ഞിനൊന്നും വന്നില്ലല്ലോ സംഭവിച്ചു, അപ്പോഴും ആശ്വാസമല്ലേ, ഭഗവാൻ ഇരുന്ന് ചിരിക്കുമല്ലേ, ഇവൻ്റെ നെഞ്ചത്തിരുന്ന് അടിക്കുമല്ലേ. ഇതെ കണ്ടപ്പോൾ അവർ ആനന്ദമായിട്ട് എന്താ ഓരോരുത്തരും കുഞ്ഞിനെ മാറി മാറി അങ്ങോട്ട് എടുത്തിട്ട് ഉമ്മ വെച്ച് സന്തോഷിച്ചു. അപ്പോൾ ഗോപാങ്കനമാർ കൃഷ്ണനെ എടുക്കാൻ ആഗ്രഹിച്ചു. ഇങ്ങനെ എടുക്കാനായിട്ട് കുഞ്ഞിനെ എടുക്കാൻ ഇങ്ങനെ ഗോപന്മാരെല്ലാം എടുത്തോണ്ടിരിക്കാൻ അങ്കനമാർ സ്ത്രീകൾ അവർ ഭഗവാനെ ഇങ്ങനെ എടുക്കാൻ ആഗ്രഹിച്ചു. എങ്കിലും സംശയിച്ച് നിന്ന ഗോപികമാരുടെ, കാരണം സംശയം ഭഗവാൻ അറിയാമല്ലോ, കുഞ്ഞാണെങ്കിലും പരമാത്മാവല്ലേ ഉള്ളിൽ, അതുകൊണ്ട് അവർ സംശയിച്ച് നിൽക്കുന്ന ഗോപന്മാരെടുത്തുകൊണ്ടിരിക്കുന്നു, നന്ദഗോപരെടുക്കുന്നു. അപ്പോൾ അവരിങ്ങനെ എടുക്കുകയും വേണം, ഇങ്ങനെ സംശയിച്ച് എടുക്കണം വേണ്ടി നിന്നപ്പോൾ കുഞ്ഞെന്ത് ചെയ്തു, ഗോപികമാരുടെ കരകമലങ്ങളിലേക്ക്, അതായത് പുഷ്പം പോലെ താമര പോലെ ഇരിക്കുന്ന ആ കൈ കമലങ്ങളിലേക്ക് കുതിച്ച് ചാടിക്കൊണ്ടിരുന്ന ഭഗവാനെ ഞങ്ങൾ പ്രണമിക്കുന്നു. കാരണം ഭഗവാൻ അറിയാം, കുഞ്ഞിനറിയാം ഇവർ എടുക്കാനിങ്ങനെ ആഗ്രഹിച്ചു സംശയിച്ച് നിൽക്കുന്നത് മനസ്സിലായപ്പോൾ ആ സ്ത്രീകളുടെ കൈകളിലേക്ക് തന്നെ കുഞ്ഞ് കുതിച്ച്, നമുക്കറിയാമല്ലോ ചില കുട്ടികൾ ചിലരെ കാണുമ്പോൾ എടുത്തങ്ങ് കമന്നങ്ങ് വീഴും. ഈ കുഞ്ഞ് ഭഗവാനും അങ്ങനെ തന്നെ അവരുടെ കൈകളിലേക്ക് ഭഗവാൻ ചാടി അങ്ങ് വീഴുക. അങ്ങനെയാണ് അവരെല്ലാവരും അങ്ങനെയുള്ള കുഞ്ഞിനെ പ്രണമിക്കുന്നു, അത്രമാത്രം സ്നേഹത്തോടെ ആരാധിക്കുന്നു, സ്നേഹിക്കുന്നു, പ്രണമിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു. ഇതൊക്കെ തന്നെ ചെയ്യും. നമുക്ക് 9ാമത്തെ ശ്ലോകം വായിക്കും. ശ്ലോകം 9. ഭൂയോപി കിം नु കൃണുമാ പ്രണതാർത്തിഹാരി ഗോവിന്ദ ഏവ പരിപാലയതാൽ സുതം ന ഇത്യാദി മാതര പിതൃ പ്രമുഖൈസ്തദാനീം സംപ്രാർത്ഥിതസ്ത്വതവനായ വിഭോ ത്വമേവ. ഭൂയോപി കിം नु കൃണുമ പ്രണതാർത്തിഹാരി ഗോവിന്ദ ഏവ പരിപാലയതാൽ സുതം ന ഇത്യാദി മാതര പിതൃ പ്രമുഖൈസ്തദാനീം സംപ്രാർത്ഥിതസ്ത്വതവനായ വിഭോ ത്വമേവ. ഇത്രയെല്ലാം ആയപ്പോൾ അവരെല്ലാം എന്താ പറയുന്നത്, ഞങ്ങൾ എന്ത് ചെയ്യട്ടെ, പ്രണതാർത്തിഹാരിയായ ഭഗവാൻ തന്നെ നമ്മുടെ ഉണ്ണിയെ ഇനിയും കാത്തു രക്ഷിക്കട്ടെ. കാരണം പലതവണയായപ്പോൾ സർവ്വർക്ക് മനസ്സായി ഭഗവാൻ രക്ഷിച്ചുകൊള്ളും. അതുകൊണ്ട് ഇനിയും ഞങ്ങൾ എന്ത് ചെയ്യട്ടെ, പ്രണതാർത്തിഹാരിയായ ഭഗവാൻ തന്നെ. അവർ ഈ കുഞ്ഞ് ഭഗവാനാണെന്ന് അറിയുന്നില്ലല്ലോ, അവിടെ നേരിട്ട് പരമാത്മാവിനോട് പറയുന്നു. അത് ഭഗവാൻ ഈ കുഞ്ഞിനറിയാം കുഞ്ഞിനെ തന്നെയാണ്, പക്ഷേ അവർക്ക് കുഞ്ഞാരാന്ന് അറിയത്തില്ല, ഭഗവാനാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഇത്രയും മാത്രം എല്ലാ സമയവും രക്ഷിക്കുന്നത് കൊണ്ട് ഞങ്ങളിനി എന്താ ചെയ്യുന്നത്, പ്രണതാർത്തിഹാരിയായ ഭഗവാൻ തന്നെ നമ്മുടെ ഉണ്ണിയെ ഇനിയും കാത്തു രക്ഷിക്കട്ടെ, അല്ലയോ വിഭോ ഭഗവാനെ ഇനിയും കാത്തു രക്ഷിക്കട്ടെ എന്ന് അമ്മയും അച്ഛനുമൊക്കെ, അതായത് യശോദ അമ്മയും നന്ദഗോപരും ബാക്കിയുള്ളവരെല്ലാം ഭഗവാനോട് തന്നെ അഭ്യർത്ഥിച്ചു. നമുക്കും ഇതൊരു അനുഭവമാണ് മക്കളെ. നമ്മളെ ഇതുപോലെ എല്ലാ കാര്യങ്ങൾക്കും ഭഗവാൻ തന്നെ നമ്മളെ രക്ഷിക്കാനുള്ളൊരു വിശ്വാസത്തിൽ എന്ത് വന്നാലും നമുക്ക് എന്താ വിഷമിക്കേണ്ട, എല്ലാം ഭഗവാനെ അർപ്പിച്ചാൽ എല്ലാം നമുക്ക് വേണ്ടതെല്ലാം ഭഗവാൻ തന്നെ നൽകട്ടെ, കാത്തു രക്ഷിക്കട്ടെ. പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും താമസിക്കുന്നിടത്തും എല്ലാ കാര്യങ്ങളും ഭഗവാൻ തന്നെ നോക്കട്ടെ എന്ന് നമ്മൾ തീർത്തങ്ങ് അവിടെ അങ്ങ് വെച്ചു കൊടുക്കണം ഭഗവാനിലേക്ക്. അതാണ് വിശ്വാസം. അപ്പോൾ ഭഗവാൻ അത് ചെയ്തേ പറ്റൂ. മനസ്സാണ്, നമ്മുടെ മനസ്സങ്ങ് അർപ്പിക്കുക. എല്ലാം ഭഗവാൻ തന്നെ ചെയ്തേ പറ്റൂ. ഭഗവാനെ കൊണ്ട് നടക്കൂ. നമ്മളാരും ഒന്നിനല്ല, ഒന്നും കൊണ്ടും നമുക്ക് രക്ഷയില്ല. എല്ലാം ഈശ്വരൻ തന്നെ നമ്മളെ രക്ഷിക്കട്ടെ എന്നുള്ളത് ആ ഒരു മനസ്സോടുകൂടി ആ ഭക്തിയിലാണ് ഭഗവാൻ. പിന്നെ അവിടെ ഒന്നും വേറുകൃത്യം കാണിക്കത്തില്ല. അത്രമാത്രം ഭഗവാൻ ഭക്തനോട് ഇഷ്ടമാണ്. നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം. ശ്ലോകം 10. വാദാത്മകം ധനുജം ഏവ അയി പ്രധൂന്വൻ വാദോത്ഭവാൻ മമ ഗദാൻ കിമുനോദ്ധുനോഷി കിം വാ കരോമി പുനരപ്യോ നിലാലയേശ നിശേഷരോഗശമനം മുഹുർ അർത്ഥയേ ത്വാം. വാദാത്മകം ധനുജമേവ അയി പ്രധൂന്വൻ വാദോത്ഭവാൻ മമ ഗദാൻ കിമുനോദ്ധുനോഷി കിം വാ കരോമി പുനരപ്യോ നിലാലയേശ നിശേഷരോഗശമനം മുഹുർ അർത്ഥയേ ത്വാം.
ഇവിടെ ഭട്ടത്തിരിപ്പാട് പറയുന്നു, അല്ലയോ നാരായണ ഗുരുവായൂരപ്പ, ഇപ്രകാരം കാറ്റായി വന്ന അസുരനെ നിഗ്രഹിച്ച നിന്തിരുവടി വാദകോപത്താലുണ്ടായ എൻ്റെ എല്ലാ രോഗങ്ങളെയും മാറ്റാത്തത് എന്താ ഭഗവാനെ? എനിക്കെന്താ ഭഗവാനെ ഇങ്ങനെ? എല്ലാം ഭഗവാൻ ഇതെല്ലാം നോക്കുന്നല്ലോ. ഇപ്രകാരം പൂതനയുടെ കാര്യമായാലും ഈ അസുരൻ്റെ കാര്യമായാലും ഭഗവാൻ ഇങ്ങനെയെല്ലാം രക്ഷിക്കുന്നല്ലോ. നിന്തിരുവടി വാദകോപത്താൽ എൻ്റെ വിഷമങ്ങളും രോഗങ്ങളും എന്താ ഭഗവാനെ മാറ്റാത്തത് എന്താണ്? ഇനി ഞാൻ എന്താ ചെയ്യടാ? ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ എന്താ ഇനി ചെയ്യേണ്ടത്? ഇനി ഞാൻ എന്ത് ചെയ്യട്ടെ? വീണ്ടും വീണ്ടും രോഗശമനത്തിനായി പ്രാർത്ഥിക്കാമെന്നല്ലാതെ മറ്റെന്ത് ചെയ്യാനാണെന്നിവിടെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഭട്ടതിരിപ്പാട്. ഞാനിനി എന്താ ചെയ്യേണ്ടത്? എൻ്റെ രോഗം എന്താ ഭഗവാനെ മാറ്റിത്തരാത്തത്? അതുകൊണ്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ എന്താ എന്താ എന്ന് ചോദിച്ചും കൊണ്ട് ഇങ്ങനെ രോഗശമനത്തിനായി പ്രാർത്ഥിക്കുക എന്നല്ലാതെ മറ്റ് ഞാൻ എന്താ ചെയ്യാനാണ് എന്നിങ്ങനെ ഭഗവാനോട് അഭയം പറയുന്നു. നമ്മൾ ഇങ്ങനെയാണോ പറയുന്നത്? നമുക്കുള്ള വേദന വരുമ്പോൾ, നമ്മുടെ വിഷമം വരുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇതുപോലെ വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.